നെക്സ്റ്റ് 0/1 നാപ്സാക്ക് പ്രോബ്ലം ആണ്. 0/1 നാപ്സാക്ക് പ്രോബ്ലം നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ദർ വിൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ്, അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത് നമുക്കിപ്പോൾ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗിൻ്റെ വെയിറ്റ് 8 ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആ ബാഗിനകത്തോട്ട് 8 കിലോഗ്രാമിനുള്ള സാധനങ്ങൾ മാത്രമേ ആ ബാഗിൽ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ 0 or 1 കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് 0 or 1. നമുക്ക് ഫ്രാക്ഷണലായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ വെയിറ്റ് 2 4 1 4 ആണ് എങ്കിൽ നമുക്കിപ്പോൾ അതിനകത്തോട്ട് Bയും Dയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് 4 നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതായത് എയ്ക്കും സിക്കും നമുക്ക് വാല്യൂ 0 കൊടുക്കാം. അത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ബിക്കും ഡിക്കും നമുക്ക് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാം. കാരണം മാക്സിമം വെയിറ്റ് അപ്പോൾ 8 വരും. അപ്പോൾ നമുക്ക് ബിക്കും ഡിക്കും എന്ത് കൊടുക്കാൻ പറ്റും? അതായത് 1 വെച്ച് വാല്യൂ കൊടുക്കാം. അതാണ് 0/1 നാപ്സാക്ക് പ്രോബ്ലം. 0 എന്ന് വെച്ചാൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, 1 എന്ന് വെച്ചാൽ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തീഫാണെങ്കിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് കൂടിയതും അതായത് വെയിറ്റ് കുറഞ്ഞതുമായിട്ടും പ്രോഫിറ്റ് കൂടുതലായിട്ടുള്ള സാധനങ്ങളായിരിക്കും തീഫ് എടുക്കാനായിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പ്രോഫിറ്റ് കൂടിയതായിട്ടുള്ള അതായത് വെയിറ്റ് കുറഞ്ഞതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾ ഇപ്പോൾ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വെയിറ്റ് 4 നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് 4 ആണെങ്കിൽ പെർ എക്സാമ്പിൾ P = 1 2 5 6 വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 4 and 5. നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ S0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കൺസിഡർ ചെയ്യുക. നമ്മൾ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ 0 കൺസിഡർ ചെയ്യുക. അടുത്ത് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് 1 എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 and 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 and 2 നമ്മൾ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് S1. നെക്സ്റ്റ് നമ്മൾ S1 കൺസിഡർ ചെയ്യുന്നു. S1 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സി നമ്മുടെ നെയിൽ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഏതൊക്കെയാണ് നമ്മളിങ്ങോട്ട് എഴുതുന്നത് 0 0യും 1 2 ആണ് നമ്മുടെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ S1 0യ്ക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് S1 1 നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് നെക്സ്റ്റ് അതായത് 2 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് 2 3 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് 0 0യുടെയും 1 2യുടെയും കൂടെ നമ്മൾ 2 3 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 3 നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 + 2ഉം 3 + 0യും വരും. അത് 2 3 തന്നെ വാല്യൂ വരുന്നു. നെക്സ്റ്റ് 1 2ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 2ഉം 3യും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 + 1 3, 3 + 2 5 വരും. അതായത് 2 3 3 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് S2 ആണ് കൺസിഡർ ചെയ്യുന്നത്. S2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുക 0 0 1 2 2 3 and 3 5. ഇനി നമ്മൾ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് S2 ഡാഷ് ആണ്. S12 ആണ്. ആ S12 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന 5 4 എന്ന് പറയുന്നത്. അപ്പോൾ 5 4 നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. അതായത് 0 0 1 2 2 3 and 3 5ൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏത് ആഡ് ചെയ്യണം? 5 4 ആഡ് ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 5 4 ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമ്മൾ എഴുതുക. അപ്പോൾ 5 4 1 2ൻ്റെ കൂടെ 5 4 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 6 6 വരും. ഓരോന്നിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ 5 4 ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 1 2ൻ്റെ കൂടെ 5 4 ആഡ് ചെയ്യുമ്പോൾ 6 6 വരും. 5 4 2 3യോടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 7 7 വരും. അടുത്തത് 5 4 3 5ൻ്റെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 8 9 വരും. അപ്പോൾ നമുക്കിവിടെ 8 9 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വെയിറ്റ് 8 ആണ്. നമുക്ക് 8 9 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് 8 9 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്ത നമുക്ക് S3 ആണ്. S3 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എടുത്തത് 0 0 1 2 2 3 3 5 5 4 6 6 7 7.
ഇവിടെ നമ്മൾ 2,3 ഉണ്ട്, അതുപോലെ തന്നെ 3,5 ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2,3യിൽ നിന്നും 3,5ലേക്ക് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 5,4 ആണ്. അതായത് 5ൽ നിന്നും 4ലേക്ക് ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്, ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ 5ൽ നിന്ന് 4ലേക്ക് ഡിക്രീസ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് എപ്പോഴും ഇൻക്രീസ് ചെയ്ത് പോകാനേ പാടുള്ളൂ. അവിടെ നമുക്ക് 2,5 നമുക്ക് ക്യാൻസൽ ചെയ്ത് വിടാം. അതായത് 0,0, 1,2, 2,3 ആൻഡ് നെക്സ്റ്റ് 1 3,5 എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്ത 5,4, 6,6 ആൻഡ് 7,7. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ നെക്സ്റ്റ് വൺ ആയിട്ടുള്ള നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 6,5 ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത്. 6,5 നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വാല്യൂസിനെയും കൂടെ നമ്മൾ 6,5 ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലാസ്റ്റ് വന്നാൽ 13,12 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി 8നേക്കാൾ വെയിറ്റ് കൂടിപ്പോയി. 12,11 നമുക്ക് എടുക്കാൻ പറ്റില്ല, 8നേക്കാൾ വെയിറ്റ് ഇൻക്രീസിങ് ആണ്. അതുപോലെ 11,9 നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 8 എന്ന് പറയുന്ന വെയിറ്റിനേക്കാൾ കൂടുതലുള്ളതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് 11,9, 12,11, 13,12 നമുക്ക് ക്യാൻസൽ ചെയ്ത് വേണം. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് നെക്സ്റ്റ് നമുക്ക് എടുത്ത് എഴുതാം. 0,0, 1,2, 2,3, 5,4, 6,6, 7,7, 6,5, നെക്സ്റ്റ് റിസൾട്ട് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ എന്ന് പറയുന്നത് 6,5. ഇതാണ് നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ റിസൾട്ടിൽ നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക, 5,4, 6,6, 7,7, 6,5. അതായത് 7ൽ നിന്ന് 5ലേക്ക് വരുമ്പോഴത്തേക്ക് വെയിറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7,7 നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 4,6ൽ നിന്ന് 6,5ലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, വെയിറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലേ? 6ൽ നിന്ന് 5ലേക്ക് ഡിക്രീസ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് 6,6നെ ക്യാൻസൽ ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് 0,0, 1,2, 2,3, 5,4, 6,5, 7,7 ആൻഡ് 8,8. ഇതാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുനിന്ന് ആരെയൊക്കെ നമുക്ക് നമ്മുടെ ബാഗിനകത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചെയ്ത് നോക്കുകയാണ്. അത് നമ്മുടെ മാക്സിമം വെയിറ്റ് 8,8 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന 8,8നെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 8,8 എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ എലമെൻറ്റ് ഓഫ് S4. S4ലെ എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. S4ലെ എലമെൻ്റ് ആണ് 8,8, കാരണം S4നകത്ത് നമ്മൾ 8,8 ഓൾറെഡി നമ്മൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 8,8 S. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 8,8 ഈസ് ദ എലമെൻറ്റ് ഓഫ് S3. S3ലെ എലമെൻ്റ് ആണോ നമ്മൾ നോക്കുന്നു. 8,8 എന്ന് പറയുന്നത് S3ലെ എലമെൻ്റ് ആണോ എന്ന് നോക്കുന്നു. 8,8 S3ലെ എലമെൻ്റ് ആണോ? S3ലെ എലമെൻറ്റ് അല്ല. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് നോ എന്നാണ് ആൻസർ കിട്ടുന്നത്. ബിക്കോസ് 8,8 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് S3. സോ X4നെ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് കേസ് നമ്മൾ നോക്കുന്ന X3 ആണ്. X3 എന്ന് പറയുമ്പോൾ നമ്മുടെ 8,8ൻ്റെ നിന്ന് നമ്മൾ നെക്സ്റ്റ് എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 8,8ൽ നിന്ന് നമ്മൾ ഡിക്രീസ് ചെയ്യുക, 6,5നെ നമ്മൾ മൈനസ് ചെയ്യണം. -8 -6,5. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 2,3. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 2,3 എന്ന് പറയുന്നത് ഇസ് ദ എലമെൻറ്റ് ഓഫ് S3. 2,3 S3ലെ എലമെൻ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. 2,3 S3ലെ എലമെൻറ്റ് ആണ്. 2,3 S3ലെ എലമെൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കവിടെ S എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 2,3 ഇവിടെ 2,3 എന്ന് വേണം കേട്ടോ. S3ലെ എലമെൻ്റ് ആയതുകൊണ്ട് S എന്ന് ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2,3 ഇസ് ദ എലമെൻറ്റ് ഓഫ് S2. S2ലെ എലമെൻ്റ് ആണോ ചെക്ക് ചെയ്യുന്നു. S2ലെ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്നാണ് കിട്ടുന്നത്, S എന്നാണ് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ X3 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് x2 എന്ന് പറയുന്ന വാല്യൂ ആണ്. x2 എന്ന് പറയുന്ന വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2,3 തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2,3 ഈസ് ദ എലമെൻറ്റ് ഓഫ് x2. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന s2 ആണ്. s2 എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 2,3 s2 എലമെൻ്റ് ആണ്. സോ നമുക്ക് ആൻസർ യെസ് എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2,3 ഈസ് ദ എലമെൻറ്റ് ഓഫ് s1. s1 എലമെൻ്റ് ആണോ എന്ന് നോക്കുന്നു. 2,3 s1 എലമെൻ്റ് ആണ്. നോ, നമുക്കവിടെ നോ എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ നമുക്കവിടെ x2 നമുക്ക് 1 എന്ന വാല്യൂ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് കേസാണ്. ഫോർത്ത് കേസിൽ നമ്മൾ x1 എടുക്കുന്നു. x1 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഏതാണ്, x1 ആണ്. നമുക്ക് അവിടെ ഇതിൽ നിന്ന് ഡിക്രീസ് ചെയ്യേണ്ടത് 2,3 ആണ്. അതായത് ഇപ്പോൾ ഉള്ള 2,3യിൽ നിന്ന് നമ്മൾ x1 6,5 5,4 നമ്മൾ അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള 2,3യിൽ നിന്ന് നമ്മൾ 2,3 മൈനസ് ചെയ്യുക. 2,3 നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 2,3 മൈനസ് 2,3 എന്ന് വരും. അതായത് ഒരു എക്സാമ്പിൾ കാണിക്കാം. 2,3 മൈനസ് 2,3 നമുക്ക് ആൻസർ കിട്ടുന്നത് 0,0. ഇപ്പോൾ 0,0 നമ്മൾ ഓരോന്ന് വെച്ച് കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ 2,3 കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് x1ൻ്റെ വാല്യൂ ആണല്ലോ കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 2,3 കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് 0,0 ഇസ് എലമെൻറ്റ് ഓഫ് s2. ഇസ് എലമെൻറ്റ് ഓഫ് s1. s1ലെ എലമെൻ്റ് ആണോ എന്ന് നോക്കുന്നു. വിച്ച് ഇസ് എലമെൻറ്റ് ഓഫ് s1. s1ലെ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കുന്നു 0,0 ഇസ് എലമെൻറ്റ് ഓഫ് s0. s0 എലമെൻ്റ് ആണോ എന്ന് നോക്കുന്നു. വിച്ച് ഇസ് എലമെൻറ്റ് ഓഫ് s0. സോ എസ് ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് x1 എന്ന് പറയുന്നതിൻ്റെ അവിടെ 1 കിട്ടുന്നു. x1 ഈസ് ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടുന്നു. കാരണം അത് s1ലെ എലമെൻ്റ് ആണ്, s0ലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് x1 ഈസ് ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടുന്നു. അതായത് നമുക്ക് ഇവിടെ ഇപ്പോൾ ആൻസർ കിട്ടിയേക്കുന്നത് ഫസ്റ്റ് x1 x2 x3 ആൻഡ് x4 എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് x4നും x2നും 1 എന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. x4നും അതേപോലെ തന്നെ x2നും നമുക്ക് 1 എന്ന ആൻസർ കിട്ടി. x3ക്കും x1നും 0 എന്ന ആൻസർ കിട്ടിയിരിക്കുന്നു. എഴുതി കാണിക്കാം. അതായത് x4ഉം x2മാണ് നമുക്ക് ബാഗിലേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 8 മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതായത് മാക്സിമം 8 കിലോഗ്രാം മാത്രമേ നമുക്ക് ബാഗിനുള്ള അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം 8 ആണ് നമുക്ക് അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, x4ഉം x2 ആണ് എടുക്കാൻ പറ്റുന്നത്. ബൈ 1 നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് ഒന്നെങ്കിൽ 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ഇതിനകത്ത് പറ്റത്തില്ല. 0യോ 1ഓ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് റിസൾട്ട്.